എൻ്റെ പേര് അമൽജിത്ത്. ഞാൻ ഇജ സ്കൂളിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ വന്നിട്ട് നല്ല പാങ്ങുണ്ടായിനി. ഇവിടെ ഡിസിപ്ലിനെ കുറിച്ചും അച്ചടക്കത്തെ കുറിച്ചെല്ലാം നമുക്ക് നല്ലോണം അറിയാൻ പറ്റി. പിന്നെ ഇവിടെ വന്നിട്ടാകുമ്പോൾ എൻ്റെ ടെൻഷനെല്ലാം പോയി. ഇവിടെ നല്ല റിലാക്സ് ആയിരുന്നു. വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്നെല്ലാം ഇവിടുന്ന് പഠിപ്പിച്ചു. എൻ്റെ പേര് ശിവദ. ഞാൻ GHS പുല്ലൂരിരിയിൽ നിന്ന് വരുന്നു. ഇന്ന് ഞങ്ങളുടെ വേനലവധിക്കാലം ഒരു ക്ലാസ് ആനന്ദാശ്രമത്തിൽ ചെലവഴിക്കാനാണ് വന്നത്. ഇന്നിവിടെ വന്നപ്പോൾ ശ്രീധരൻ മാഷിൻ്റെ നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മനസ്സിലായത് ലക്ഷ്യബോധത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താവണം എന്നതിനെ പറ്റി ഒരു ലക്ഷ്യബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ആ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ശ്രീധരൻ മാഷ് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ GHS പുല്ലൂരിരിയ സ്കൂളിലെ അധ്യാപികയാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ഒരു ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം, ഇവിടുത്തെ ഹരിതാപയും എല്ലാം നമുക്ക് മനസ്സിന് ശരിക്കും ഒരു കുളിർമ പകരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇവിടെ നടന്ന ക്ലാസ്സും അതുപോലെ കുട്ടികളെ ഇവിടെയുള്ളവർ കൈകാര്യം ചെയ്ത ആ ഒരു രീതിയുമൊക്കെ വളരെ ഓർമ്മിക്കത്തക്കതാണ്. നന്ദി. വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണാൻ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ക്ലാസ് ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് നമ്മളെ മൂല്യത്തിൽ നിന്നെല്ലാം കുറേ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ മൂല്യമെല്ലാം എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു നല്ലൊരു ക്ലാസ്സായിരുന്നു. കുട്ടികൾക്ക് അവർക്ക് നല്ല പ്രയോജനപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സായിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. കുട്ടികൾക്ക് അതെങ്ങനെയാണെന്ന് അല്ല, നമുക്കെങ്ങനെയാണ് തോന്നിയത്. നല്ലൊരു ക്ലാസ്. എൻ്റെ ആദ്യത്തെ അനുഭവം നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരിനന്ദ് KB. ഞാൻ GHS പുല്ലൂരിലെ 9th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ്. ഫോർ ദ സെക്കൻഡ് ടൈമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആനന്ദാശ്രമം വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുണ്ടായ ടെൻഷൻസും വിഷമങ്ങളെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടി. ആ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ആ ബന്ധത്തോടെ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ടെൻഷൻസ് എല്ലാം നമുക്ക് മാറിക്കിട്ടി. ഇവിടുന്ന് ക്ലാസ് എടുത്ത മാഷ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോഷ്യൽ ഗ്രൂപ്പ്സിനെ പറ്റി, ഇപ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ സോഷ്യലായിട്ട് നമ്മൾ എന്തെല്ലാം പ്രശ്നമാണ് നേരിടുന്നത് എന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഇന്നത്തേത്. എൻ്റെ പേര് ധന്യ. ഞാൻ GHS പുല്ലൂരിയിൽ നിന്ന് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ ടൈമിനെ മാനേജ് ചെയ്യണമെന്നും പിന്നെ ലഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു തന്നു. എൻ്റെ പേര് വിശ്വനാഥൻ. ഞാൻ പുല്ലൂർ ഏരിയ സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്നു. യാദൃശ്ചികമായിട്ടാണ് ഞാൻ പുല്ലൂർ ഏരിയ സ്കൂളിൽ എത്തിയത്. സ്കൂളിലെ SLC കുട്ടികളെയും കൊണ്ട് ഇന്ന് കാലത്ത് കാഞ്ഞങ്ങാടിനടുത്തുള്ള ആനന്ദാശ്രമത്തിലേക്ക് വരാനും ഇവിടെയുള്ള 2.5 മണിക്കൂർ ക്ലാസ് ശ്രമിക്കാനും സാധിച്ചു. വളരെയധികം സന്തോഷം തോന്നി. ഇന്നത്തെ ദിവസത്തിന് നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കുട്ടികളുടെ ആ പഠന മികവിന് വേണ്ടുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അതിൽ കൂടി നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ജീവിത ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കാനും ഈ ആനന്ദാശ്രമത്തിലെ 2.5 മണിക്കൂർ ക്ലാസ്സിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്കും അത് 10ാം ക്ലാസ്സിൽ വന്നു ചേരുന്ന കുട്ടികൾക്കും ആ ക്ലാസ്സിനോട് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ജീവിത ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ അവരുടെ സമയമാണ് 10ാം ക്ലാസ് SSLC എന്നത്. ആ ലക്ഷ്യം പൂർത്തീകരണത്തിന് വേണ്ടി ഭാവിയിലേക്ക് ഉള്ള ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങൾ അവർ മനസ്സിലാക്കി കൊടുക്കുവാനും അവർക്ക് നല്ല നിർദ്ദേശങ്ങളും നൽകുവാനും ഈ ആനന്ദാശ്രമത്തിലെ ക്ലാസ് കൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സമാധാനമാണെന്നും ഈ ഭൂമുഖത്താണ് നമുക്കെല്ലാം ലഭിക്കുന്നതെന്നും നമ്മുടെ കുടുംബക്കാരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കണമെന്നും എല്ലാം ഉള്ള ഒരു സന്ദേശം ഈ ആനന്ദാശ്രമത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭക്ഷണം നൽകി സന്തോഷത്തോടെ വിടവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ ഇന്നത്തെ സന്ദർശനത്തെ കാണുന്നത്. സന്തോഷം. നമസ്കാരം. ഞാൻ വിനയൻ, ഗണിതാധ്യാപകൻ, GHS പുല്ലൂർ ഏരിയ. അപ്പോൾ നമ്മളെ ഇവിടുന്ന് ആനന്ദാശ്രമത്തിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. ഇത് നമ്മളെ ഒരു 3ാമത്തെ അക്കാദമിക് ഇയറിൽ നടത്തുന്ന ആനന്ദാശ്രമം വഴി നമുക്ക് നൽകിയ ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ രാംദാസ് സ്വാമി 1931 ആനന്ദാശ്രമം സ്ഥാപിച്ച ആ വർഷം മുതൽ
ഇങ്ങോട്ടുള്ള ആ ആശ്രമത്തിൻ്റെ പ്രയാണം നമ്മൾ ഈ ഗ്രൗണ്ട് ഗേറ്റ് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകതരം എനർജി നമുക്ക് എല്ലാവർക്കും, നമ്മൾ 25 കുട്ടികളും പിന്നെ 3 അധ്യാപകരും 45 കുട്ടികളും 3 അധ്യാപകരും 3 ചെറിയ കുട്ടികളും അടങ്ങിയ ഒരു സംഘമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു അന്തരീക്ഷം, അതായത് വളരെ പീസ്ഫുള്ളായ ആ ഒരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും എഴുതിയ ഋഷിമാരെല്ലാം സാധാരണ ഈ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്നത് പോലെ അതേ ഒരു ഫീലാണ് നമുക്ക് അതുമുതൽ ആ ക്ലാസ് കഴിയുന്നതുവരെ നമുക്ക് പിന്നെ അനുഭവത്തിൽ കിട്ടിയത്. അതേപോലെ നമ്മുടെ ഓരോ ചലനങ്ങളും പിന്നെ ഇപ്പോൾ ഗോശാല സന്ദർശിച്ച സമയത്ത് അതിന് പുറത്ത് മഹാത്മാഗാന്ധി എഴുതിയ ഒരു വലിയ ഫലകം വായിച്ചു, കുട്ടികളെല്ലാം അത് വായിച്ചു. അതെല്ലാം അവർക്കൊരു ഉത്തേജനം നൽകുന്ന ഒരു സംഭവങ്ങളാണ്. അതേപോലെ നമ്മളെ മോട്ടിവേറ്റ് ഈ പിന്നെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ നമ്മളെ ആവേഗങ്ങളെല്ലാം ചലിക്കാൻ തുടങ്ങി, നമ്മളെ മോട്ടിവേഷൻ നടക്കാൻ തുടങ്ങി, നമ്മൾ ഓരോ ആവേഗങ്ങളും ഓരോ ഞരമ്പുകളും ഉദ്ദീപനം നടത്താൻ തുടങ്ങി. അതേപോലെ പിന്നെ ശ്രീധരൻ മാഷെ ക്ലാസ് കഴിഞ്ഞതോടുകൂടി ആ ഒരു നമ്മളെ ചത്ത ഞരമ്പുകൾ വരെ ജീവിച്ച ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായത്. അതേപോലെ തന്നെ നമ്മൾ ഇത് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കാം ശ്രീരാം ജയറാം ജയ് ജയറാം എന്ന ആ രാമനാമം നമുക്ക് കേൾക്കാൻ പറ്റും. അത് ലോക നന്മ ആഗ്രഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജപമാണ്. അത് പിന്നെ ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വിവേചനം എന്ന ആർക്കും ഈ ആനന്ദാശ്രമത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി കടന്നു ചെല്ലാം. ഏതായാലും ഇത്തരം അനുഭവങ്ങൾ നമ്മളെ കുട്ടികൾക്കും നമുക്കും ഉണ്ടാക്കി തന്ന ഈ ആനന്ദാശ്രമം ഭാരവാഹികളോടും നമുക്ക് ക്ലാസ് എടുത്ത ശ്രീധരൻ മാഷ്, രുക്മിണി മാഡം, ബാക്കി എല്ലാ സഹപ്രവർത്തകർക്കും നമ്മൾ GHS പുല്ലൂർ നന്ദിയും കടപ്പാടും അറിയിക്കും.